നമസ്കാരം. കടുത്ത ചൂടിലൂടെ അതികഠിനമായൊരു വേനലിലൂടെയാണ് ഇപ്പോൾ കേരളം കടന്നു പോകുന്നത്. നമുക്കറിയാം, പകൽ സമയത്തും രാത്രിയിലും കനത്ത ചൂട് കാരണം, ഊഷ്മാവ് കൂടിയ അന്തരീക്ഷ സ്ഥിതി കാരണം നമുക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ ഈ ചൂടിനെ അതിജീവിക്കുന്നതിനൊപ്പം നമുക്ക് ചില രോഗങ്ങളും ഈ സമയത്ത് വന്ന് പിടിപെടാറുണ്ട്. ആ രോഗങ്ങൾ ഏതൊക്കെയാണ്? അതുപോലെ തന്നെ പക്ഷിമൃഗാദികളിൽ നിന്ന് നമുക്ക് പകരാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അതിൽ നിന്നുള്ള ഭീഷണി എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചൊക്കെ ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ് ഡോക്ടർ യഹിയ പറക്കവെട്ടി. അദ്ദേഹം ഹോമിയോപ്പതി ചീഫ് കൺസൾട്ടൻ്റ് ആണ്. ആലുവയിലും തിരുവനന്തപുരത്തും അദ്ദേഹത്തിന് ക്ലിനിക്കുകളുണ്ട്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ ചൂട് കാലത്ത് വരാവുന്ന, അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ചൂടുകാലം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഫെബ്രുവരി പകുതിയോടുകൂടി സ്റ്റാർട്ട് ചെയ്യും. നമ്മളിനി ഈ മെയ് 31 വരെയുണ്ട്. കടുത്ത ചൂടാണ്. എന്തൊക്കെ രോഗങ്ങളാണ് ഈ സമയത്ത് വരാൻ സാധ്യത? ചൂട് കൂടിയിട്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഒരു നമ്പർ ഓഫ് നെയിംസ് പറയാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇപ്പം ടെമ്പറേച്ചർ കൂടി ഒരു 38 ഡിഗ്രിക്ക് മുകളിലോട്ട് ടെമ്പറേച്ചർ ദിവസങ്ങൾ നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ഹീറ്റ് ക്രാംസ് ആണ്. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ഉപ്പ് ശരീരത്തിൽ നിന്ന്, അതായത് സ്വെറ്റായിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും, ലവണാംശം പോവുകയാണ്. അതെ, ലവണങ്ങൾ കുറയുമ്പോഴത്തേക്ക് ക്രാംസ് ഉണ്ടാവും, മസിൽ പെയിൻ ഉണ്ടാവും, ഏക്കിങ് ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും. അതാണ് ആദ്യമേ കാണുന്നത് ഹീറ്റ് ക്രാംസ് എന്നാണ് പറയുന്നത്. ഒരു പടിപടി കഴിഞ്ഞ് 38 to 40 ഡിഗ്രി ടെമ്പറേച്ചർ ആയി കഴിയുമ്പോഴത്തേക്ക് അത് ഹീറ്റ് എക്സോഷനായിട്ട് മാറും. എക്സോഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ അധികം സിംറ്റംസ് ആണ് കാണിക്കുന്നത്. ചിലപ്പോൾ തലച്ചുറ്റുണ്ടായിരുന്നിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ക്ഷീണം, ഗിഡിനെസ്, തലവേദന, പിന്നെ എപ്പോഴും കിടക്കണമെന്ന് തോന്നിക്കുക, ഉന്മേഷമില്ലായ്മ, ഇങ്ങനെയുള്ള അമിതമായ ദാഹം, അമിതമായ വിയർപ്പ്. ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഹീറ്റ് സ്ട്രോക്കാണ്. അതായത് ഒരു 40 ഡിഗ്രി ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് വളരെ ഒരു എമർജൻസി സിറ്റുവേഷനാണ്. മനസ്സിലായത്? അപ്പം അവിടെ ബോധക്ഷയം വരെയും ഈ സിംറ്റംസ് എല്ലാം വരും. അപ്പോൾ അവിടെ സ്വെറ്റിംഗ് ഉണ്ടാകത്തില്ല, പക്ഷേ ചൂട് കൂടിക്കഴിഞ്ഞിട്ട് അവർക്ക് ഗിഡിനെസ് വരും, കൺഫ്യൂഷൻ വരും, തലച്ചുറ്റൽ വരും, ഓക്കാനവും ഛർദിലും ഒക്കെ ഉണ്ടാവും. അങ്ങനെ അത് അൺകോൺഷ്യസ് സ്റ്റേജിലേക്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? ഇത്രയുമാണ് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ കുട്ടികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രിക്കിൾ ഹീറ്റ്, നമുക്ക് ചൂട് കുരുക്കൾ എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ട് സാധാരണയായിട്ട് കാണുന്നതാണ്. അതുപോലെ സൺസ്ട്രോക്ക് പിന്നെ ഈ സ്കിന്നിൽ ഉണ്ടാകുന്ന സ്റ്റെയിനിങ് അല്ലെങ്കിൽ ബ്ലാക്ക് കളറിൽ പൊള്ളൽ പോലെ വരും, ചെറിയ കൊമളകൾ വരും. അത് കൊമളിച്ച് തന്നെ വെസിക്കിൾസായിട്ട് തന്നെ ഇരിക്കും, അത് ഒരു കാരണവശാലും പൊട്ടിക്കാൻ പാടില്ല. അപ്പം ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ. പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും. സ്വെറ്റിങ് കൂടി കഴിയുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മുടെ കക്ഷവും അല്ലെങ്കിൽ പിന്നെ ഗ്രോയിൻ്റെ ഭാഗമൊക്കെ, ഗുഹ്യഭാഗങ്ങളൊക്കെ എപ്പോഴും വിയർപ്പുണ്ടായിരിക്കും, ലവണങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പം അവിടെ ഇംപെറ്റിഗോ, സ്കിന്നിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാം, റിംഗ്വോം ഇൻഫെക്ഷൻ ഉണ്ടാകാം. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന ജനറലൈസ് ചെയ്ത കംപ്ലയിൻറ്റ്. ഇതൊക്കെ വളരെ സിമ്പിൾ കംപ്ലയിൻറ്റ്സ് ആണ്. ഇനി ഒരു പടിയുടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ രീതിയിൽ കൊതുകിൽ നിന്ന് വരുന്ന രോഗങ്ങളുണ്ട്, വെള്ളത്തിൽ കൂടി പകരുന്ന രോഗങ്ങളുണ്ട്, ആഹാര പദാർത്ഥത്തിൽ കൂടി പകരുന്ന രോഗങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഫുഡ് സാധാരണ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ടെമ്പറേച്ചർ മണിക്കൂറുകളോളം ഇരിക്കും. നമ്മൾ ഇപ്പോഴത്തെ ഈ ടെമ്പറേച്ചറിൽ ചില ബാക്ടീരിയാസ് കൂടുതലായിട്ട് അതിനകത്ത് പ്രവർത്തിച്ചിട്ട് വിഷബാധ ഉണ്ടാവും, ഫുഡ് പോയിസണിങ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ വെള്ളം ഒരു കാരണവശാലും ഇപ്പോഴത്തെ വെള്ളത്തിന് സ്കേസിറ്റി ഇനി അങ്ങോട്ട് ഇപ്പോഴേ ഉണ്ട്, ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം പലപ്പോഴും എല്ലാവരും വെള്ളമൊക്കെ പിടിച്ച് സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് എന്താ സമയം അതിനകത്ത് കൊതുക് വന്ന് മുട്ടയിടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളം പലപ്പോഴും പണ്ടൊക്കെ ഇന്ന് ഒഴുക്ക് വെള്ളം ആയതുകൊണ്ട് പലപ്പോഴും പല മാലിന്യങ്ങൾ ഒഴുകിപ്പോകും. അപ്പോൾ വെള്ളം ഒഴുകിപ്പോകാത്തത് കൊണ്ട് പലപ്പോഴും ഈ പറഞ്ഞ പോലെ മനുഷ്യ വിസർജ്യങ്ങളൊക്കെ ഈ വെള്ളത്തിനകത്ത് മിക്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുവഴി ഉണ്ടാകുന്ന മാരകമായ രോഗങ്ങളാണ്. പിന്നെ അതിലിപ്പം കോളറ വരുന്നുണ്ട്, അതേപോലെ മഞ്ഞപ്പിത്തം വരുന്നുണ്ട്, ഫുഡ് പോയ്സണിങ് ഉണ്ടാകുന്നുണ്ട്, ഡിസെൻട്രി, ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളാണ്. അപ്പോൾ ഈ ശരിക്കും നമ്മൾ ഈ ചൂടിനെ പ്രതിരോധിക്കണം. നമ്മൾ രോഗം വന്ന് മരുന്ന് കഴിക്കുന്ന ആ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ചൂടിനെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ എല്ലാവരും ഇപ്പം ഈ പെട്ടെന്ന് പിന്നെ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ എ സിക്കകത്തിരിക്കുക എന്നൊക്കെയാണ് സാധാരണ പറയുന്നത്. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് വേറെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ കഞ്ഞിവെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 8 ഗ്ലാസ് മുതൽ 10 ഗ്ലാസ് വരെ മിനിമം
ഒരാൾ ഇപ്പോഴത്തെ ഈ സമയത്ത് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം. അതിപ്പോൾ വിയർത്താലും വിയർത്തില്ലേലും ഈ എ സിക്കകത്ത് ഇരിക്കുന്നവരാണെങ്കിൽ പോലും വെറുതെ കുടിക്കണം. കാരണം നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് അന്തരീക്ഷത്തിലെ ചൂട് കൂടുതലായത് ഡീഹൈഡ്രേഷൻ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും പിന്നെ നമ്മുടെ സ്വെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, നമ്മൾ അറിയുന്നില്ല. ഫാൻ്റെ കാറ്റാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എ സിക്കകത്തുനിന്ന് നമുക്കറിയാം, എ സിക്കകത്തുനിന്നും റൂമിനകത്ത് ഇരിക്കുമ്പം അവിടെ നിന്നുള്ള ജലാംശം മുഴുവൻ അബ്സോർവ് ചെയ്തിട്ട് എ സിയുടെ വെൻ്റ് വഴി വെള്ളം മുഴുവൻ വെളിയിൽ കളയുക. കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് റൂമിനകത്ത് പിന്നെ ഈർപ്പമാണ് ഇത് വെളിയിൽ പോകുന്നത്, നമ്മുടെ ശരീരത്തിൽ നിന്നും ഇത് അബ്സോർവ് ചെയ്ത് പോകുന്നുണ്ട്. ഈ എ സി ഇടുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ വലിച്ചുകൊണ്ട് പോകുന്നത് അല്ലേ? ഉറപ്പായിട്ടും. പിന്നെ വെറുതെ ഇവിടെ നിന്ന് കിട്ടുന്ന അറ്റ്മോസ്ഫിയർ മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വെള്ളം കൂടി അത്. അപ്പോൾ നമ്മൾ അധികമായി ജലം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. അത് കഴിയുന്നത്ര ഉപ്പിട്ട് തന്നെ കുടിക്കാൻ വേണ്ടി നോക്കുക. കഞ്ഞിവെള്ളം പോലുള്ള കഞ്ഞിവെള്ളത്തിനകത്ത് ഉപ്പിടുക, അല്ലെങ്കിൽ മോരും വെള്ളം ഉപയോഗിക്കുക, അല്ലെങ്കിൽ നാരങ്ങ വെള്ളത്തിനകത്ത് ഉപ്പ് ചേർത്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ വെറും പ്ലെയിൻ വാട്ടർ കിട്ടുന്നെങ്കിൽ പ്ലെയിൻ വാട്ടർ. അത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ലവണാംശം നിലനിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ധർമ്മം. അത് കാരണം സോഡിയം ക്ലോറൈഡ് നമ്മുടെ ശരീരത്തിന് പൊക്കോണ്ടിരിക്കുകയാണല്ലോ. എല്ലാ ലവണങ്ങളും, മാഗ്നീഷ്യം, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് തള്ളപ്പെടും. അപ്പോൾ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഓറഞ്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കരിക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ തണ്ണിമത്തൻ ഉപയോഗിക്കുക, വെള്ളരിക്ക ഉപയോഗിക്കുക, മനസ്സിലായില്ല? ഇതൊക്കെ ഈ ഫ്രൂട്ട്സ് എല്ലാം ജ്യൂസായിട്ട് കുടിച്ചാൽ മതി. ജ്യൂസായിട്ടോ ഫ്രൂട്ടായിട്ടോ ഇതെല്ലാം വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സുകളാണ്. ഇനി വീട്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ ORS ഇപ്പം വാങ്ങിക്കാൻ കിട്ടുന്ന ORSകളുണ്ട്. അല്ലാതെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ORS ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം 1 ലിറ്റർ വെള്ളം എടുക്കുക, അതിനകത്തോട്ട് ഒരു 6 സ്പൂൺ പഞ്ചസാര ചേർക്കുക, 6 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് ഒന്നാം തരം ORS അല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഈ ഷുഗർ കംപ്ലൈൻ്റ് ഉള്ള സമയത്ത് ഈ ORS എന്ന് പറയുന്നത് ഫലപ്രദമാണോ? കാരണം അതിനകത്ത് മിനിമം ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നുള്ളൂ. ഈ ഷുഗർ നമുക്ക് ആവശ്യമാണ്, ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്, മനസ്സിലായില്ലേ? ഉറപ്പായിട്ടും അതിൻ്റെ ഷുഗർ കണ്ടന്റ് നിങ്ങൾ കുറച്ചുള്ളൂ. ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഷുഗർ കണ്ടന്റ് കുറയ്ക്കുക എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. കാരണം ലവണങ്ങൾ ഓൾറെഡി പുറത്ത് പോകുമ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ സൺസ്ട്രോക്ക് അല്ലാതെ ഈ തൊലിപ്പുറത്ത് വരുന്ന വേറെ എന്തൊക്കെ രോഗങ്ങളാണ്? ഇതിപ്പോൾ സൺസ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ഏറ്റു കഴിയുമ്പോൾ നമ്മുടെ തൊലി പോലും, അല്ലാതെ ത്വക്ക് രോഗങ്ങളായിട്ട് വരാൻ എന്തൊക്കെയാണ് സാധ്യത? ഉറപ്പായിട്ടും അതിനകത്ത് ഈ ഇമ്പറ്റിക്കോ, അതായത് എപ്പിഡെർമിസിൽ മാത്രം, സ്കിന്നിലെ ഏറ്റവും സൂപ്പർഫിഷ്യൽ, കാരണം എപ്പിഡെർമിസും ഡെർമിസും ഉണ്ട്. ഈ എപ്പിഡെർമിസിൽ ഉണ്ടാകുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ബാക്ടീരിയ സ്റ്റഫിലോക്കോക്കൽ ഇൻഫെക്ഷൻ വരുന്നതാണ് ഈ ഇമ്പറ്റിക്കോ എന്നുള്ളത്. പിന്നുള്ളത് റിങ്ങുമോ, വട്ടച്ചൊറി എന്ന് നമ്മൾ പറയും. ഇങ്ങനെ പൊടിക്കടി പോലെ വരുന്ന വട്ടത്തിൽ ഭയങ്കര ചൊറിച്ചിലോടുകൂടി അതിൻ്റെ നടുക്കുള്ള ഭാഗം വളരെ ഷൈനിങ് ആയിട്ടിരിക്കും. പക്ഷെ ചുറ്റിനും വട്ടത്തിൽ കടുത്ത ചൊറിച്ചിലായിരിക്കും, ഭയങ്കര ചൊറിച്ചിലായിരിക്കും. ഭയങ്കര കണ്ടേജിയസ് ആണ്, ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യും. പ്രത്യേകിച്ചും വിയർക്കുന്ന ഭാഗങ്ങൾ, കവേർഡ് പാർട്സിൽ, പ്രത്യേകിച്ച് കക്ഷത്തും അല്ലെങ്കിൽ പിന്നെ ഗ്രോയിലും ഒക്കെയാണ് കൂടുതലായിട്ട് അത് ഉണ്ടാകുന്നത്. വളരെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു നേച്ചറിലുള്ള അസുഖമാണ്. അതിന് നമ്മളിപ്പോൾ ഹോമിയോയുടെ ഇതനുസരിച്ച് നമ്മൾ ഉള്ളിലാണോ മരുന്ന് കഴിക്കുന്നത്, അതോ ഈ പൗഡർ ഉണ്ടോ? എന്താ ഇതിനകത്ത് പ്രിക്കിലി ഹീറ്റ്, ഈ പറഞ്ഞാൽ ചൂട് കുരുക്കൾ സാധാരണ ദേഹം മുഴുവൻ മണൽ വാരിയിട്ട പോലുള്ള ചെറിയ കുരുക്കളാണ് വരുന്നതെങ്കിൽ നമുക്ക് ഒന്നാന്തരം മെഡിസിൻസ് ആണ്. കാരണം ഏപ്പിസ്, കൽക്കേരിയ കാർവ്, ഏർട്ടിക്ക യൂറൻസ് എന്നൊക്കെ പറഞ്ഞ ഹോമിയോപ്പതി മെഡിസിൻ 2 ദിവസം കൊണ്ട് തന്നെ ഈ ചൊറിച്ചിൽ പൂർണ്ണമായിട്ട് മാറുന്ന മരുന്നുകളാണ്. ഇതിൻ്റെയാണ് കഴിക്കാനുള്ളതാണ്. ഒപ്പം പിന്നെ വീസലിൻ്റെ ഒരു കമ്പനി, വീസൽ എന്ന് പറഞ്ഞ കമ്പനിയാണ്, കലൻഡുല നെക്ടർ എന്ന് പറഞ്ഞൊരു പൗഡറുണ്ട്. അത് 2 ദിവസം ഇടുകയെന്നുണ്ടെങ്കിൽ ഈ ചൊറിച്ചിലും മാറും, ഈ പ്രിക്കിലി ഹീറ്റും വളരെ പെട്ടെന്ന് തന്നെ മാറുന്ന ഒരു രീതിയിലുള്ള മരുന്നുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഈ പൊതുവേ സാധാരണ ഈ ത്വക്ക് രോഗങ്ങൾ, അതായത് ഈ ചൊറിച്ചിൽ പോലുള്ള കാര്യങ്ങൾ തടി കൂടിയ ആൾക്കാർക്കാണ് വരുന്നത്. കാരണം അവരുടെ ഈ കഴുത്തിനുമൊക്കെ നല്ല മടക്ക് പോലെ വരും, ഈ തുടയുടെ ഭാഗത്താണെങ്കിലും അങ്ങനെയൊക്കെ വരും. അപ്പം അങ്ങനെയുള്ള ഈ ഒരു ആൾക്കാർ ഇത് നിരന്തരം ഈ മരുന്ന് കഴിക്കേണ്ടതായിട്ടുണ്ടോ? അല്ല, ഒബീസിറ്റി, അതിനകത്ത് പ്രധാനമായിട്ട് അങ്ങനെ ഒബീസിറ്റിയിലുള്ളവർക്ക് വരുന്ന ഇൻ്റർട്രൈഗോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, പ്രത്യേകിച്ചും തൊലിയുടെ മടക്കുകളിൽ ഉണ്ടാകുന്ന അസുഖമാണ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ കഴിയുമ്പോൾ കഴുത്ത് നമ്മളിങ്ങനെ കഴുത്തുനിന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ചുമന്ന നിറത്തിൽ നീളത്തിൽ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഇൻ്റർട്രൈഗോ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വിയർപ്പും ഈ പറയുന്ന പോലെ പൊടിയും കൂടി ചേർന്നിട്ട് വിയർപ്പും അഴുകും. ഒന്നാം തരം മരുന്നാണ് ഹോമിയോപ്പതിയിൽ. ഇപ്പോൾ സൈരീഷ്യ എന്ന് പറയുന്ന മരുന്നുണ്ട്, ഗ്രാഫൈറ്റിസ് എന്നുള്ള മരുന്നുണ്ട്, സൾഫർ എന്നുള്ള മരുന്നുണ്ട്. ഇത് ഇൻറ്റേർണൽ കഴിക്കുക, എന്നിട്ട് ഈ ഹൈജീൻ കൂടുതലായിട്ട് കഴുകി വൃത്തിയാക്കുകയും കൂടി ചെയ്ത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും ഭേദമാകും കുട്ടികൾക്ക്. അതും ഈ ചൂടുകാലത്തുണ്ടാകാവുന്ന സാധ്യതയുള്ളൊരു രോഗം തന്നെയാണത്. അപ്പോൾ അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ ഒരു വലിയ എന്താ പറയുക സ്റ്റാറ്റസ് സിമ്പലാണ് ഈ വളർത്തുമൃഗങ്ങൾ എന്ന് പറയുന്നത്. അത് മിക്ക ആൾക്കാരും വീട്ടിനകത്തിട്ടാണ് ഇപ്പോൾ വളർത്തുന്നത്. സാധാരണ നമ്മൾ പട്ടിയൊക്കെ കൂട്ടിലിട്ട് വളർത്തിക്കൊണ്ട് ഇപ്പോൾ
പട്ടിയൊക്കെ നമ്മുടെ വീട്ടിൽ സോഫയിലിരിക്കുന്നത്, അതുപോലെ പൂച്ചകൾ. ഇപ്പം ഇങ്ങനെയുള്ള ഈ പക്ഷി മൃഗാദികൾ ജന്തുക്കൾ ഇവരിൽ നിന്ന് നമുക്ക് വരാനുള്ള രോഗങ്ങൾ എന്തൊക്കെയാണ് ഈ ചൂടുകാലത്ത്? കാരണം ഇപ്പോൾ സ്ട്രേ ഡോഗ്സ് ഒരുപാട് കൂടുന്ന സമയം ചൂടാകുമ്പോഴത്തേക്ക് പലപ്പോഴും ഈ തണുപ്പ് അന്വേഷിച്ചിട്ടാണ്. ഇപ്പോൾ പാമ്പാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങി നടക്കുന്നത്. അതെ, അതുപോലെ തന്നെ ഇനി ഇപ്പോൾ വരാൻ പോകുന്നതാണ് ഈ ഡോഗ്. സ്ട്രേ ഡോഗുകൾ ഒരുപാട് പിന്നെ വീട് വിട്ട് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കാരണം തണുപ്പ് അന്വേഷിച്ച് പോകുന്നു, വെള്ളം അന്വേഷിച്ച് പോകുന്ന ഒരവസ്ഥ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് റാബീസ്, ഈ പറഞ്ഞ പോലെ റാബീസ് കൂടുതലായിട്ട് വരാനുള്ള ഇളകി അത് മറ്റുള്ളവരെ കടിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിന്നെ അലർജി രോഗങ്ങൾ, കാരണം ഏറ്റവും കൂടുതൽ പോളൻ, ഈ പൂമ്പൊടി ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സമയമാണ്. അങ്ങനെ അലർജി രോഗങ്ങളും ഈ അവസരത്തിൽ കൂടുതൽ വരും. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഫറ്, ഈ പറഞ്ഞ പൂച്ചയൊക്കെ വളർത്തുന്നവർ ഏറ്റവും കൂടുതൽ രോമം പൊഴിയുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അല്പം അലർജി ഉള്ളവർക്ക് തീർച്ചയായിട്ടും തുമ്മലും ജലദോഷവും അതുവഴി ശ്വാസമുട്ടും ഒക്കെ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഇങ്ങനെ ഇപ്പം ഈ പൊടിയുടെ കാലമാണ് ശരിക്കും. ഇപ്പം ഏറ്റവും കൂടുതൽ അലർജി വരുന്ന സമയമാണ്, ഉണക്കാണ്. ഒരു വണ്ടി പോയാൽ തന്നെ വലിയ പൊടിയാണ്. അപ്പോൾ അതിന് ഈ സാധാരണ നമ്മൾ ഈ മാസ്ക് ഉപയോഗിച്ചാൽ ഇത് എത്രത്തോളം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു അസുഖം? ഉറപ്പായിട്ടും നമുക്ക്, കാരണം മൂക്ക് വഴിയാണല്ലോ ഈ ഡസ്റ്റ് അകത്ത് പോകുന്നത്. അപ്പം അവിടെ ഈ ഒരു തടസ്സം നമ്മൾ സൃഷ്ടിക്കാൻ ഈ മാസ്ക് ഒരു പരിധി വരെ തീർച്ചയായിട്ടും അലർജി രോഗമുള്ളവർക്ക് വളരെ ആശ്വാസം ഉണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ്. എല്ലായ്പ്പോഴും എപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന ഇല്ലെങ്കിൽ പോലും അലർജി രോഗമുള്ളവർ തീർച്ചയായിട്ടും മാസ്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് അവരുടെ അലർജി ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ സ്മോൾ പോക്സ്, ഡെങ്കു, അതുപോലെ തന്നെ ഈ കൊതുക് പരത്തുന്ന രോഗങ്ങളുണ്ടല്ലോ. അപ്പം അതിൻ്റെ എന്ത് ചികിത്സ ഹോമിയോപ്പതിയിൽ? അല്ലല്ല, അത് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ചൂടുകാലത്ത് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള 3 രോഗങ്ങളാണ്. ഒന്ന് പിന്നെ ഡെങ്കു, പിന്നുള്ളത് ചിക്കൻ ഗുനിയ, പിന്നുള്ളത് മലേറിയ. ഇത് 3ഉം വളരെ പ്രധാനമാണ്. മലേറിയ ഒക്കെ ഇപ്പോൾ കോമൺ ആണോ? മലേറിയ എറാഡിക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞെങ്കിലും തീർച്ചയായിട്ടും കാരണം നമ്മുടെ ആൾക്കാർ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്. അതെ, മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് യാത്ര ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് പലപ്പോഴും അത് ഉറപ്പായിട്ടും അതാണല്ലോ. നമുക്ക് കേരളത്തിൽ പല രോഗങ്ങളും നമ്മൾ എറാഡിക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും പലതും ഓരോ സീസണിലും നമ്മൾ ഇവിടെ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ കാരണം ഏറ്റവും കൂടുതൽ മലയാളികൾ യാത്ര ചെയ്യുന്ന ഈ ഇൻ്റർനാഷണൽ ട്രാവൽ വളരെ കൂടുതലുള്ള ഒരു കമ്മ്യൂണിറ്റി. അതുകൊണ്ട് തന്നെയാണ് പല രോഗങ്ങളും ഇങ്ങനെ നമ്മുടെ ഇവിടേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ പറഞ്ഞ രീതിയിൽ ഡെങ്കു വളരെ, കാരണം ഈഡിസ് എന്ന് പറയുന്ന ഒരു കൊതുകാണത് പരത്തുന്നത്. അത് പകൽ കുത്തുന്ന രോഗം, പകൽ കടിക്കുമ്പോഴത്തേക്കാണ് ഇതുണ്ടാകുന്നത്, മനസ്സിലായില്ല? അപ്പോൾ രാത്രി കുത്തുന്ന കൊതുകല്ല, പകലാണ് ഈ ഈഡിസ് കൊതുക് നമ്മളെ കുത്തുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് പിന്നെ സ്പ്രെഡ് ചെയ്യുന്ന പനി ഉണ്ടാകുന്നു, അല്ലേ? പനി, ക്ഷീണം, പിന്നെ തലവേദന, ശരീരവേദന, ഈ രീതിയിൽ അത് പ്രോഗ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഹെമറേജിക് ഡെങ്കു അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കുറയുന്ന ഒരു ഡെങ്കുവിലേക്ക് അത് എത്തുകയും പ്ലേറ്റ്ലെറ്റ് ഈ പറഞ്ഞ രീതിയിൽ ഒരു 50,000 താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഹെമറേജ്, ബ്ലീഡിങ്, ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാകാനും അല്ലെങ്കിൽ എക്സ്റ്റേണൽ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത, അങ്ങനെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു അസുഖമാണ്. അപ്പോൾ ഈ കൊതുകിനെ ഇപ്പോൾ പകൽ സമയത്ത് കൊതുകടി കൊള്ളാതെ നോക്കുക. ഇപ്പോൾ മൊസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കുക. കുട്ടികളൊക്കെ ആണെങ്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് ഉള്ള ശരീരഭാഗം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സ്, ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കോട്ടൺ വെയേഴ്സ് വേണം ഉപയോഗിക്കാമെന്നുള്ളത് പ്രത്യേകം ഞാനത് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ കൊതുകടിയിൽ നിന്ന് നിങ്ങൾ സംരക്ഷണം നേടുക. അത് റിപ്പല്ലൻസ്, കൊതുകിനെ തുരത്താൻ വേണ്ടിയുള്ള കൊതുക് തിരിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഓഡോണമസ് പോലെയുള്ള ക്രീമുകളൊക്കെ ഉപയോഗിക്കാമെന്നുണ്ടെങ്കിലും മൊസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ കൊതുകിനെ നമുക്കൊരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് ഡെങ്കു, ഈ ചിക്കൻ ഗുനിയാണ്. ചിക്കൻ ഗുനിയായി ഇതുപോലെ തന്നെയാണ്. ഈ പറഞ്ഞ ഒരു കൊതുക് കുത്തി കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നമ്മൾ അറിയില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഈ ഡെങ്കു പോലെ തന്നെ. ഡെങ്കു ഒരാഴ്ച കഴിഞ്ഞേ നമ്മൾ അറിയത്തുള്ളൂ. ഇത് ചിക്കൻ ഗുനിയായി ഒരാഴ്ച കഴിഞ്ഞിട്ടേ നമ്മൾ അറിയത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ബോഡി പെയിൻ, ആർത്രൈറ്റിസ്, അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ജോയിൻറ്റ് പെയിനുകളാണ്. ക്രിപ്പിൾ ടൈപ്പ്, നമ്മൾ പിന്നെ മുട്ടോ അല്ലെങ്കിൽ കൈകാൽ തല്ലി ഒടിച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ രീതിയിൽ ക്രിപ്പിൾ ടൈപ്പ്, ജോയിൻസൊക്കെ വീങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ ഞൊണ്ടി നടക്കുന്ന ഒരവസ്ഥ. അത് ബ്രേക്ക് ബോൺ ഫീവർ എന്നാണ് അതിൻ്റെ പേര് തന്നെ, അങ്ങനെയാണ് ബ്രേക്ക് ബോൺ ഫീവർ എന്നാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ രോഗത്തിൽ മൊസ്കിറ്റോ ഈഡിസ് കൊതുക് തന്നെ പരത്തുന്ന രോഗമാണ്. അവിടെയും ഈ കൊതുകിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഹോമിയോപ്പതിയിൽ ബ്രയോണിയ, റസ്റ്റോക്സ് അല്ലെങ്കിൽ മെഡോറിനം, പിന്നെ ഈ രീതിയിലുള്ള വളരെ ഫലവത്തായിട്ട് നമ്മൾ യൂപ്പറ്റോറി, ഇതെല്ലാം ഈ പറയുന്ന ഡെങ്കുവിനും ഈ ചിക്കൻ ഗുനിയയ്ക്കും ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ഒരാഴ്ച മുതൽ ഒരു 10 ദിവസം വരെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഇത് മാറുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നെ മലേറിയയാണ് പിന്നെ പറഞ്ഞത്. മലേറിയ കൊതുക് വേറെയാണ്. അനോഫറസ് എന്ന് പറയുന്ന ഒരു മൊസ്കിറ്റോ ആണ്. അത് രാത്രിയിൽ കുത്തുന്നതാണ്.
അവിടെ ഈ മലേറിയയുടെ കൊതുകിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കുത്തിക്കഴിഞ്ഞാൽ നേരെ ഇത് ലിവറിലാണ് അതിൻ്റെ ബാധിക്കുന്നത്. കാരണം ലിവർ സെൽസ് ഡാമേജ് ആകുന്നു. അതുവഴി ഈ ലിവർ സെൽസിൽ നിന്ന് പിന്നെ ഏതൊരു പിന്നെ ഈ പരത്തുന്ന രോഗാണു അത് RBCയിൽ കയറും. നമ്മുടെ ചുവന്ന രക്താണുക്കളിൽ കയറിയിട്ട് ഈ ചുവന്ന RBC ബ്രേക്ക് ഡൗൺ ആകും. അങ്ങനെ വരുമ്പോൾ അത് അനീമിയ ഉണ്ടാകും, ബ്ലീഡിങ് ഉണ്ടാകും, അപ്പം ലിവർ ഡാമേജ് ഉണ്ടാകും. ഈ മലേറിയ ബ്രെയിനിൽ സെറിബ്രൽ മലേറിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്താറുണ്ട്. പിന്നെ കിഡ്നി ഫെയിലിയർ വരും, അനീമിയ ഉണ്ടാകും, ഡെത്ത് വരെയും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു രോഗമാണ്. ഇവിടെയും കൊതുകിനെ തുരത്തുക എന്നുള്ളത് തന്നെ കൊതുക് നിവാരണമാണ് ഇതിൻ്റെ എല്ലാം പരിഹാരം. ഇതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഹോമിയോപ്പതി മരുന്നുകളിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഭക്ഷണക്രമം, അതുപോലെ തന്നെ ചിലർക്ക് ഹാബിച്വൽ ഡ്രിങ്കിങ് ഉള്ള ആൾക്കാരുണ്ട്. ഈ ചൂട് സമയത്ത് മദ്യപാനം, അതുപോലെ തന്നെ ചിക്കൻ കഴിച്ചാൽ ശരീരം കൂടുതൽ ചൂടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഒഴിവാക്കണോ അതോ അതിൻ്റെ ഉപയോഗം എങ്ങനെയായിരിക്കണം? അതായത് മദ്യവും മാംസവും ഒക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഒരു രീതി എങ്ങനെയായിരിക്കും? കാരണം നമ്മൾ ഇതൊക്കെ ഒരു ഹാബിറ്റാണ്. ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് അവരുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് ഈ പറയുന്ന സാധനം. അവർക്കൊന്നും ഈ പറഞ്ഞ രീതിയിലുള്ള രോഗങ്ങൾ അധികം അല്ല. അവിടുത്തെ ഒരു കാലാവസ്ഥ കൂടെ അതിനകത്ത് ഒരു ഘടകമാണ്. അവരൊരു ബാലൻസ്ഡ് ഡയറ്റ് നോക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്ത് കഴിക്കുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കഴിക്കേണ്ട മറ്റു പല സാധനങ്ങൾ ഒഴിവാക്കപ്പെടുന്നു. അതാണ് ഇവിടെ ചുമ്മാ നമ്മൾ മദ്യം വാരിക്കോരി കുടിക്കുന്നു, അതിൻ്റെ പുറകെ കുറേ ഫുഡ് അടിക്കുന്നു. അതാണ്. അപ്പം നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് വേണം, വൈറ്റമിൻസ് വേണം, പ്രോട്ടീൻസ് വേണം, മിനറൽസ് വേണം. ഇതാണ് ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഒരുമിച്ച് ചെല്ലണം. ഇപ്പോൾ ലിക്വർ ഉപയോഗിക്കുന്ന, ചിക്കൻ ഉപയോഗിക്കുന്ന ഇത്, അപ്പോൾ ലിക്വർ ഉപയോഗിക്കുമ്പോൾ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ലിവറിനാണ് കുഴപ്പമുണ്ടാകുന്നത്. അപ്പോൾ അല്പ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് ഡയറക്റ്റ് അബ്സോർഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡയബറ്റീസ് ഷൂട്ടപ്പ് ചെയ്യും. അതുപോലെ ലിവർ ഡാമേജ് വരും, സിറോസിസ് വരും. ഇപ്പോൾ മിതമായി ഉപയോഗിക്കുകയും ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ ഉപയോഗിക്കണം. ഒബീസായിട്ടുള്ള ആൾക്കാർ, വണ്ണം കൂടുതലുള്ളവർ പൊണ്ണത്തടി കുറയ്ക്കാൻ വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യണം. സ്മോക്കിംഗ് ഉള്ളവർ സ്മോക്കിംഗ് ഒഴിവാക്കണം. ഇപ്പോൾ സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ സൈക്ലിങ്ങോ ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് വരികയും ചെയ്യും. ഈ പറഞ്ഞ ബോഡിയിൽ ഈ പറയുന്ന ഒരു ലെവൽസും അമിതമാകത്തുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾക്ക് വാട്സപ്പ് യൂണിവേഴ്സിറ്റി ആണല്ലോ കൂടുതൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ വാട്സപ്പിൽ ഇങ്ങനെ കണ്ട ഒരു സംഭവമാണ്, ചൂടുകാലമാണ്, അതുകൊണ്ട് നിങ്ങൾ ചിക്കൻ കഴിക്കരുതെന്ന് പറയുന്നുണ്ട്. കാരണം ചിക്കൻ മാത്രം കഴിക്കുമ്പോഴത്തേക്കുള്ള, ഞാൻ പറഞ്ഞല്ലോ, അത് ചൂട് കൂട്ടുന്ന ഒരു ഭക്ഷണ രീതിയാണ്. അപ്പം താറാവിൻ്റെ ഇറച്ചി നമുക്ക് തണുത്ത പിന്നെ ഭക്ഷണക്രമത്തിലാണ് താറാവ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ പിന്നെ മീറ്റിൻ്റെ കാര്യത്തിൽ മട്ടൺ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാംസമാണ്. പക്ഷേ ചിക്കൻ മാത്രം കഴിക്കുമ്പം അതിനകത്ത് ഒന്നാമതേ ഇപ്പോൾ വാങ്ങിക്കുന്ന ബ്രോയിലർ ചിക്കനകത്ത് പലപ്പോഴും ആൻറ്റിബയോട്ടിക്സും ഹോർമോൺസും ഒക്കെ കൂടുതൽ കലർന്നിട്ടുള്ള മാംസമായിട്ടാണ് നമ്മൾ. കാരണം വെറും 4 ആഴ്ച മാത്രം പ്രായമുള്ള കോഴിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് ഫാറ്റൊന്നും കാണില്ല. പക്ഷേ അമിതമായിട്ട് ഇത് ഉപയോഗിക്കുമ്പം തീർച്ചയായിട്ടും അതിൻ്റെ ഈ പറയുന്ന പോലെ വൈറ്റൽ ഓർഗൻസിനെ അത് എഫക്റ്റ് ചെയ്യാനും ഹോർമോണൽസിൽ ചേഞ്ചസ് വരുത്താനുമുള്ള സാധ്യത, പ്രത്യേകിച്ചും അത് വറുത്ത് പൊരിച്ചൊക്കെ കഴിക്കുമ്പം അതിനകത്ത് അത്രയും ഓയിലും കൂടി നമുക്ക് കൂടുതൽ ചെല്ലുമ്പം അത് ഡെഫിനറ്റായിട്ടും ദൂഷ്യഫലം മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ശരിക്കും ഈ ഇപ്പോഴത്തെ ചൂട് കാലത്ത് പൊതുവായിട്ട് നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങളുണ്ട്? ജനറലൈസ് ചെയ്ത് ഞാൻ ആദ്യമേ പറഞ്ഞു. കാരണം ഒന്ന്, വെള്ളം മാക്സിമം കുടിക്കാൻ വേണ്ടി നോക്കുക. 10 ഗ്ലാസ്സെങ്കിലും മിനിമം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. കഴിയുന്നത്ര രാവിലെ 11 മണി മുതൽ ഉച്ച കഴിഞ്ഞിട്ട് 3 മണി വരെയുള്ള വെയിൽ കൊള്ളാതെ നോക്കുക എന്നുള്ളതാണ്. അതിന് മുമ്പ് ജോലികൾ തീർക്കാൻ വേണ്ടി, അതിന് ഈവനിങ് 5 മണിക്ക് ശേഷം ജോലികൾ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ യൂറിനേറ്റ് ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ നിങ്ങൾ യൂറിനേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഈ പറഞ്ഞ രീതിയിൽ ചൂട് കൂടിയിട്ട് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. 8 മുതൽ 10 മണിക്കൂർ യൂറിനേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അമിതമായ വിയർക്കാതെ നോക്കുക എന്നുള്ളതാണ്. കഴിയുന്നത്ര ഫാൻ്റെ അടിയിലിരിക്കുക, ഷെയ്ഡുള്ളിടത്തിരിക്കുക, പുറത്ത് പോകേണ്ടി വരുമ്പോഴത്തേക്ക് തൊപ്പി ഉപയോഗിക്കുക അല്ലെങ്കിൽ കുട ഉപയോഗിക്കുക. കുട്ടികളാണെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം അവരെ കുളിപ്പിക്കാൻ നോക്കുക. ഇനി ചൂട് കൂടുതലായിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ കൂടെ നനച്ച തുണി കഴുത്തിലും ആക്സിലി പറഞ്ഞ ലാമ്പിറ്റിലും ഒക്കെ വെക്കാൻ വേണ്ടി നോക്കുക, തുടച്ചെടുക്കുക. പിന്നെ എയറേഷൻ കൂടുതലുള്ള, കാരണം ഫാൻ അല്ലെങ്കിൽ എയർ സർക്കുലേഷൻ കൂടുതൽ സ്ഥലത്ത് ഇരിക്കാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഫുഡിൻ്റെ അകത്ത് ഫ്രൂട്ട്സ് മാക്സിമം, ജലാംശം കൂടുതലുള്ള
പഴങ്ങളും പച്ചക്കറികളും മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. അതിൽ കരിക്കും വെള്ളം, കഞ്ഞിവെള്ളം, പിന്നെ ORS ഈ പറഞ്ഞ പോലെ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിനകത്ത് പഞ്ചസാരയും ഉപ്പും ഇട്ടിട്ട് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വെള്ളം ധാരാളമായിട്ട് കുടിക്കണം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ വെള്ളം അമിതമായി കുടിക്കുന്നത് നമ്മുടെ കിഡ്നിയെ ബാധിക്കില്ലേ? മിതമായി കുടിച്ചില്ലെങ്കിൽ എന്താ ബാധിക്കുക? അവിടെയാണ് കാരണം നമുക്ക് മിസ്സായ ഒരു പോയിൻ്റാണ്. കാരണം വെള്ളം ഈ ഉഷ്ണകാലത്ത് വെള്ളം കൂടി കുറയുമ്പോഴത്തേക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകും. ഡെഫിനറ്റ് ആയിട്ടും 8-10 ഗ്ലാസ് വെള്ളം കുടിക്കുന്നവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ വളരെ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ. അതുപോലെ തന്നെ ഈ കാൽസ്യം ഡിപ്പോസിറ്റ് വളരെ കൂടും ഈ പറഞ്ഞ രീതിയിൽ വെള്ളം കൂടി കുറയുമ്പോൾ. അങ്ങനെ വരുമ്പോൾ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാൻ സാധ്യത കൂടും. പ്രത്യേകിച്ച് കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ്. പിന്നെ ക്രിസ്റ്റൽസിൻ്റെ കാര്യം കാൽസ്യം ഓക്സലേറ്റ്, കാൽസ്യം ഫോസ്ഫേറ്റ്, അതുപോലെ തന്നെ സ്ട്രോയിറ്റ് ക്രിസ്റ്റൽസ്, പിന്നെ യൂറിക് ആസിഡ് ക്രിസ്റ്റൽ, ഇത്രയും കിഡ്നി സ്റ്റോൺ അടിയാനുള്ള സാധ്യത വളരെ കൂടുതൽ വെള്ളം കൂടി കുറയുമ്പോഴത്തേക്ക്. ഡെഫിനറ്റായിട്ടും വെള്ളം കൂടുതൽ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പുറത്തു നിന്നുള്ള ആഹാരം, പ്രത്യേകിച്ചും പാനീയങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഐസ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. കാരണം പലപ്പോഴും ഇപ്പോഴത്തെ ഐസിൻ്റെ സോഴ്സ് മെച്ചപ്പെട്ട ഒരു സോഴ്സ് ആകണമെന്നില്ല. അതുപോലെ തന്നെ സോഡ ഇപ്പം ബ്രാൻഡഡ് സോഡ അല്ല എന്നുണ്ടെങ്കിൽ മിനറൽ വാട്ടറിലുള്ള കാരണം ബ്രാൻഡഡ് സോഡ ആകുമ്പോൾ നല്ല ശുദ്ധമായ വെള്ളത്തിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പലപ്പോഴും നമ്മൾ ലോക്കൽ സോഡ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ കണ്ടാമിനേറ്റ് വാട്ടർ വരാനുള്ള സാധ്യത, മഞ്ഞപ്പിത്തം കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഹോട്ടലുകാരോട് എനിക്ക് ഉള്ള ഒരു ഉപദേശമാണ്. കാരണം പലപ്പോഴും നമ്മൾ ദോശ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ചട്നി, സാമ്പാറും ഉണ്ടാവും, ചട്നിയും ഉണ്ടാവും. സാമ്പാർ തിളപ്പിച്ചാറ്റി നല്ല വരുന്ന സാധനമാണ്. പക്ഷേ ചട്നി എന്ന് പറയുന്നത് പലപ്പോഴും അവർ ഡൈല്യൂട്ട് ചെയ്യും. ചൂടുവെള്ളം ടാപ്പ് വാട്ടറാണ്. ടാപ്പ് വാട്ടർ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് വെള്ളം എപ്പോഴും ശുദ്ധമാകണമെന്നില്ല. അപ്പോൾ കഴിയുന്നത്ര പിന്നെ അത് കഴിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഹോട്ടലുകാരുള്ള എൻ്റെ ഉപദേശം കഴിയുന്നത്ര നിങ്ങൾ തിളപ്പിച്ചാറ്റിയ വെള്ളമോ അല്ലെങ്കിൽ മിനറൽ വാട്ടറോ ഈ പിന്നെ ദോശയ്ക്ക് കൊടുക്കുന്ന പിന്നെ ഈ സാമ്പാറിലും അതുപോലെ തന്നെ ചട്നിയിലും ഉപയോഗിക്കണം എന്നുള്ള ഒരു ഉപദേശം കൂടി എനിക്കുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ഈ വേനൽക്കാലം, ഉഷ്ണകാലം, കടുപ്പമേറിയ ചൂടാണ്. ഈ കാലം എങ്ങനെ അതിജീവിക്കാം എന്നതിനെക്കുറിച്ചാണ് ഡോക്ടർ നമ്മളോട് ഇതുവരെ സംസാരിച്ചിരുന്നത്. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.